ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഐ തോട്ട് ഇന്നൊരു വ്ളോഗ് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ വ്ളോഗ് ചെയ്തിട്ട് കുറേ ഡേയ്സായി, അതായത് കോളേജ് വ്ളോഗ്. ആൻഡ് ഞാനൊരു കമൻറ്റ് കണ്ടു വ്ളോഗ് ചെയ്യുമോ ചോദിച്ചിട്ട്. സോ ഐ തോട്ട് എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ കോളേജ് സ്റ്റുഡൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ പെട്ടെന്ന് തീർത്തിട്ട് എൻ്റെ ബസ്സിനുള്ള സമയം ആയിക്കൊണ്ട് വന്ന് ഫുഡും കഴിച്ചിട്ടില്ല. സോ ലെറ്റ്സ് ഗോ. കോളേജുള്ളപ്പോൾ എൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെസ്സിയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷായി യൂണിഫോം ഇടാനും ഫുഡ് കഴിക്കാനും എനിക്കെന്തോ ഭയങ്കര മടിയാണ്. ബിക്കോസ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും ഫുഡ് രാവിലെ കഴിക്കാണ്ടാണ് പോകാറുള്ളത്. ഭയങ്കര റെയറായിട്ടാണ് ഞാൻ രാവിലെ ഫുഡ് കഴിക്കാറുള്ളത് കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ എണീറ്റ് റെഡി ആവണം. ലൈക്ക് എനിക്ക് 7 മണിക്കാണ് എൻ്റെ ബസ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് 7 മണിയാകുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം. ഇറ്റ് ഈസ് എ വെരി ബിഗ് ടാസ്ക് ഫോർ മീ. പിന്നെ ഈ ഇടയിൽ തുള്ളി കളിക്കുന്നൊന്നും നോക്കണ്ട, ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ട് വേണമല്ലോ, റൈറ്റ്? പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു പെർഫ്യൂമും കൂടി അടിച്ചാൽ സെറ്റായി. ഇതിപ്പോൾ ഞാനും അമ്മക്ക് വേണ്ടി ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് വാങ്ങി യൂസ് ചെയ്യുന്നത് മൊത്തം ഞാനാണ്. പിന്നെ അതങ്ങനെയാണല്ലോ, ഉമ്മാവും മോളും ആകുമ്പോഴത്തേക്ക് എൻ്റെ എങ്ങനെ ഇപ്പോൾ പറയൽ, ഉമ്മാൻ്റെ സാധനങ്ങളെല്ലാം എനിക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ. ഐ മീൻ ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി കുടിച്ച് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എന്തോ ഭാഗ്യം, ഇന്ന് എനിക്ക് ഫുഡുണ്ട്. ലൈക്ക് അന്ന് എനിക്ക് ഫുഡില്ലാണ്ട് എന്നെ പോവാൻ എന്തോ വിട്ടില്ല അന്ന് വേണമെങ്കിലും പറയാം. ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി, വീഡിയോയും കൂടി എടുക്കാനുള്ളതുകൊണ്ടേ. ഞാനിന്ന് പെട്ടെന്ന് രാവിലെ എണീച്ചിട്ടോ. ലൈക്ക് ഞാനിപ്പോൾ ഐ ഗെസ് ഒരു 1 മന്തായിട്ട് എൻ്റെ വർക്കൗട്ട് സ്കെഡ്യൂളും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒരു മെയിൻറ്റെയിൻസും ഇല്ല. ഞാൻ നോർമലി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ബട്ട് എന്തോ കുറച്ച് ഡേയ്സായിട്ട് ഭയങ്കര മെസ്ഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഒരു വേഴ്സ്റ്റ് ഒരു സ്കെഡ്യൂളിലാണ് ഞാനുള്ളത്. സോ ഐ തോട്ട് അതൊന്ന് ഫിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്ന് പെട്ടെന്ന് എണീച്ചു വർക്കൗട്ട് ചെയ്തു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിന് എന്താ ഐ നോ ഇറ്റ്സ് നോട്ട് വെരി ഹെൽത്തി, ബട്ട് ചിക്പീ ഈസ് ഹെൽത്തി. ഞാൻ രാവിലെ ഫുഡ് കഴിക്കാറുള്ള ആളല്ല. ലൈക്ക് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കും, അല്ലെങ്കിൽ കഴിക്കാറില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാണ്. സോ ഇന്ന് അതുമായി ഫുഡ് കഴിക്കുന്നു. ഞാൻ ഗ്യാസിൽ ചായ വെച്ച് മറന്നുപോയി, പെട്ടെന്ന് ഓർമ്മ വന്നേ. സോ നമ്മളെന്ത് പറഞ്ഞോണ്ടിരുന്നേ? അപ്പം നമ്മളെന്ത് പറഞ്ഞോണ്ടിരുന്ന ഫുഡിൻ്റെ കാര്യം. യെസ്. അപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കോളേജ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കോളേജ് വെക്കേഷൻ കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണോ എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും വെക്കേഷൻ പകുതി ആയതിനു ശേഷം എൻ്റെ എല്ലാം മെസ്ഡപ്പാണെന്ന് പറയാം. ഒന്നാമത് സ്ലീപ്പിൻ്റെ സ്കെഡ്യൂളായാലും എന്തായാലും എല്ലാം മെസ്ഡപ്പായിട്ടാണ് ഉള്ളത് ഞാൻ. സോ ഇന്നലെ മുതലത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു, ബെറ്റർ ആക്കാൻ തീരുമാനിച്ചു. Let's go. നമുക്കിപ്പോൾ കോളേജിൽ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് എൻ്റെ ട്രാവൽ കാരണം എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റാറില്ല. അതും പോരാത്തതിന് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഫോൺ അലൗഡ് ഇല്ല. ഫോൺ അലൗഡ് ഉണ്ടായിരുന്നു, ബട്ട് അതിപ്പോൾ സ്കിന്നത് ഇത്ര ഗ്ലോ സൺകിസ്ഡായി. ഗ്ലോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഫോൺ അലൗഡ് ഇല്ല. ക്ലാസ്സിൽ ഫോൺ അലൗഡ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്, ബട്ട് അത് നമ്മൾ എന്താ പറയൽ കുരുത്തക്കേട് കാരണം അതങ്ങ് ഇല്ലാണ്ടായി. ഓക്കെ, സോ ഫോൺ അലൗഡ് ഇല്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിന്നുള്ള
വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ലൈക്ക് ഇൻ്റർവെല്ലിൻ്റെ സമയത്തല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അതിനിടയിൽ പിടിച്ചെടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതിൻ്റേതായ കോൺസിക്വൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ കൊഞ്ഞണം കുത്തുന്ന പോലെ ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. വാ, ഐ എം സോ ഒബ്സസ്ഡ് വിത്ത് ദിസ്. ലുക്ക് അറ്റ് ദി ഗ്ലോ. ഓ മൈ ഗോഡ്. ഞാനൊന്നും ഇട്ടിട്ടില്ല ഫേസിൽ. ആ സണ്ണിൻ്റെ ഗ്ലോ ആണ്. ഗ്ലോ. ആകെയുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജൂനിയേഴ്സ് വന്നു കഴിഞ്ഞാൽ വാനിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നമുക്ക് എൻ്റെ റൂട്ടിൽ കൂടെ വാൻ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടി ട്രാവൽ കുറഞ്ഞ് കിട്ടും. ബിക്കോസ് ഇപ്പം ഞാനാണെങ്കിൽ 2 ലോക്കൽ ബസ് കയറിയിട്ട് കോളേജ് വാനിൽ പോകാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വാനും കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് എൻ്റെ റൂട്ടിൽ കൂടെ ഒരു വാന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 2 ലോക്കൽ ബസ് കയറേണ്ട ആവശ്യമില്ല. ഒറ്റ ലോക്കൽ ബസ് കയറിയാൽ മതി. എന്നാലും ട്രാവലുണ്ട്. ബട്ട് മുമ്പത്തേനെക്കാട്ടും കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല. ബസ്സിലുള്ള ആൾക്കാർ ഇവളെന്തിട്ടപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു നോട്ടം നോക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ബസ്സിൽ നിന്നൊന്നും മിണ്ടാൻ നിന്നില്ല. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി അല്ല പേടി, സോഷ്യൽ ആങ്സൈറ്റിക്ക് എന്നെയാന്ന് പേടിയെന്ന് തോന്നുന്നു. ഒരു ഇതും ഇല്ലാണ്ട് എല്ലായിടത്തും ഇങ്ങനെയും മിണ്ടി ഫോണും പിടിച്ച് നടക്കുന്നുണ്ട്. എന്തോ അതൊക്കെ അങ്ങ് ശീലമായെന്ന് തോന്നുന്നു. സോ ഇവിടുന്ന് നമ്മൾ കോളേജ് ബസ് കയറും. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടില്ല, അവർ വരാനുണ്ട്. പിന്നെ കോളേജിലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ടാവുന്നൊരു കുഴപ്പമുണ്ടല്ലോ. വീട്ടിൽ നിന്ന് സമയം ഉണ്ടെങ്കിലും ഹോംവർക്ക് എഴുതാണ്ട് ബസ്സിലും പോകുന്ന വഴിക്കൊക്കെ എഴുതുന്ന ആ ഒരു സ്വഭാവം, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ അത് ഞാൻ ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ കോളേജിലെത്തി. പിന്നെ എനിക്ക് ക്ലാസ്സിൽ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് പുറത്തുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമുക്കിന്നൊരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷന് നമുക്ക് IDCനെ ബേസ് ചെയ്തിട്ടായിരുന്നു. നമുക്ക് 3 DC ഉണ്ട്. എന്താ പറയൽ, പ്ലേസ്മെൻറ്റ് ക്യാമ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ക്ലിപ്സും എല്ലാം കൂടെ ഇതിൽ തന്നെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര നോക്കിക്കഴിഞ്ഞാലും എനിക്ക് 10 മിനിറ്റ് കൂടുതലുള്ള വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇനി ക്ലിപ്പ് ഇങ്ങനെ ഷോർട്ടാക്കി വരുന്നതുകൊണ്ടാണോ അല്ല എനിക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വീണ്ടും ആ സെഷനിൽ കയറിയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് ഇങ്ങനെ കേട്ടിരുന്ന്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. പിന്നെ നമുക്കന്ന് ക്വിസ് മത്സരം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുറച്ച്, ആ ഒരു സെഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റും ടീം വർക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫണ്ട് രീതിക്ക് ഈ ഒരു മാം അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യിച്ച കുറച്ച് ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സമയത്ത് കുറച്ച് ഫണ്ണായിട്ട് നമുക്കതൊരു എൻജോയ് ചെയ്ത് തന്നെ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറച്ചൊന്ന് സൈഡായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫിസിക്കലി ഓക്കെ അല്ലാത്തതുകൊണ്ട്. ബട്ട് എന്നാലും ഞാൻ അവർ ചെയ്യുന്നത് കണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ എന്തൊക്കെയായാലും നമുക്ക് എല്ലാ സമയവും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. ലൈക്ക് നമുക്കത് നമ്മുടെ മൂഡ് അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് കുറച്ച് ബാഡായിട്ട് ഫീൽ ആവും, ചിലപ്പോൾ നല്ലതായിട്ട് ഫീൽ ആവും. അത് ഓരോ ആൾക്കാരുടെയും പേഴ്സ്പെക്റ്റീവ് പോലെയാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ഓക്കെ ആയിരുന്നു. ഞാൻ ആദ്യത്തെ സെഷനിൽ ഉണ്ടായിരുന്നില്ല, അന്ന് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് ബാക്കി 2 ഡേയ്സിൻ്റെ സെഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് നൈസ്. യാ, അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണലി നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഫിയറാണ് പബ്ലിക് സ്പീക്കിങ് ചെയ്യുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിൽ നിന്ന്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലൊരു ഫിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നെർവസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സംഭവം ഇതിനു മുമ്പ് എനിക്ക് ആ ഒരു ഫിയർ കുറച്ചായിട്ടെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു സ്പീക്കിങ്ങിനുള്ള അവസരം എനിക്ക് വീണ്ടും വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.